ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനും ഉമ്മച്ചിയും കൂടി ഇന്ന് ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ. ഉമ്മാനിന്ന് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ദിവസമാണ്. ഞങ്ങൾ താമരശ്ശേരിയുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ രാവിലെ ഇവിടുന്ന് ഡയറക്റ്റ് ഓമശ്ശേരി വരേക്കും ഞങ്ങൾക്കൊരു ബസ് ഉണ്ട്. അതിന് പോകാൻ വേണ്ടി 7:15 ആയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓമശ്ശേരി എത്തി. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി ഗായ്സ്. അപ്പോൾ ഉമ്മച്ചിൻ്റെ വയറ്റിൽ ചെറിയൊരു മുഴയൊക്കെ ഉണ്ട്, അതിനെ കുറച്ച് സീനൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ അടുത്ത് ഇൻഷാ അള്ളാ ഓപ്പറേഷൻ ചെയ്ത് കളയണം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടാട്ടോ ചായ കുടിക്കണേ. കാരണം ഉമ്മാക്ക് ഫാസ്റ്റിങ്ങിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. മമ്മിക്ക് ഷുഗർ ഉണ്ട് ഗൈസ്. അപ്പോൾ പിന്നെ ഫാസ്റ്റിങ്ങിൽ ബ്ലഡ് ചെക്ക് ചെയ്യേണ്ടതുകൊണ്ട് ഒന്നും കഴിക്കാതെയാണ് പോയത്. അതുകൊണ്ട് അവിടെ എത്തിയിട്ടാണ് ഞങ്ങൾ ചായ കുടിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതാ ഉമ്മാൻ്റെ ബ്ലഡിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ എൻ്റെ കൈ മൈലാഞ്ചി ഇട്ട് വൃത്തികേടാക്കിയതൊന്ന് വീഡിയോ എടുത്തതാണ്. അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഉമ്മച്ചീൻ്റെ കൈയിൻ്റെ ചുരിദാറിൻ്റെ കൈ ടൈറ്റ് ആയതുകൊണ്ട് ഇവിടുന്നാണ് ബ്ലഡ് എടുത്തത്. അപ്പോൾ നല്ല പെയിൻ ഉണ്ട് എന്ന് പറയായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ചൂട് കാരണം ഒരു സോഡാ സർവത്തൊക്കെ കുടിച്ച് ഡോക്ടറെയൊക്കെ കാണിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോന്നു. ഒരു രക്ഷയില്ല, വെയിൽ കാരണം കരിഞ്ഞു പോകും. അമ്മാതിരി വെയിലാണ്. എൻ്റെ പൊന്നോ, സഹിക്കാൻ പറ്റണില്ല. അങ്ങനെ പിന്നെ ഞങ്ങളിപ്പോൾ പോണത് താമരശ്ശേരി ഉമ്മാൻ്റെ ഒരു ആങ്ങളൻ്റെ വീടുണ്ട്, അങ്ങോട്ടാട്ടോ പോണേ. അപ്പോൾ അവിടേക്ക് കുറച്ച് ബേക്കറിയൊക്കെ വാങ്ങിച്ച് പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതിനിടാൻ വേണ്ടിയിട്ടൊരു ഡ്രസ്സ് വാങ്ങാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അവിടെ നല്ല കളക്ഷനൊന്നുമില്ല, പിന്നെ ഉള്ളതിനൊക്കെ ഒടുക്കത്തെ വിലയും. അതുകൊണ്ട് പിന്നെ ഞാൻ ഡ്രസ്സ് എടുക്കാൻ നിന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് നേരെ ഉമ്മൻ്റെ ആങ്ങളൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ രാവിലത്തെ ചായയും ഉച്ചക്കത്തെ ചോറും വൈകുന്നേരത്തെ ചായയും വരെ കുടിച്ചിട്ട് വെയിലൊക്കെ ആറിയിട്ടാണ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നത്. തിരിച്ച് വരുന്ന സമയത്ത് എൻ്റെ താത്ത വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കുള്ളൊരു പൊതിയും കൂടി വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു.